അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഈ യൂട്യൂബ് ചാനൽ പുതിയതായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സൈഡിൽ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സൈഡിൽ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്നത് കുനാഫ ഉണ്ടാക്കാനുള്ള ദോ എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാനെന്നാണ്. ഹോം മെയ്ഡ് കുനാഫ ദോ ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഈ ഡോ ഗൾഫിൽ അവൈലബിൾ ആണ് കേട്ടോ, പക്ഷെ നാട്ടിൽ നമുക്ക് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഞാനിതിനു മുമ്പ് സൂപ്പർ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ നേരിയ സൈസ് സേമിയാസ് വെച്ചുകൊണ്ടാണ് ഇതിനു മുമ്പ് ഒരു കുനാഫ ഉണ്ടാക്കിയത്, സേമിയ കുനാഫ. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് കുനാഫ ഉണ്ടാക്കാം, ബ്രെഡ് സ്ലൈസസ് വെച്ചുകൊണ്ട്. അപ്പോൾ കുനാഫ ഡോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്കിത് വെച്ചുകൊണ്ട് നല്ല സ്വീറ്റ് കുനാഫാസ് ഉണ്ടാക്കാം. ഇതുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ ഒരു 2-3 വീക്സ് ഒക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കുനാഫ ഡോ ഉണ്ടാക്കാം. ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, കുറച്ച് വെള്ളം, ഇത്രയാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ, ഞാനിപ്പോൾ എടുത്തിട്ടില്ല. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാണ്. ബോട്ടിലിൻ്റെ ആ ഒരു ടോപ്പിന് നമ്മൾ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം, സൂചി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പപ്പടം കുത്തിയെടുത്തിട്ടോ ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊരു ബാറ്ററാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സി ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൈദയും അതുപോലെ കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നില്ല, കാരണം നമ്മൾ കുനാഫ ഉണ്ടാക്കുമ്പോൾ അതിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഇത് നമ്മൾ സാധാരണ ദോശക്ക് ഉണ്ടാക്കുന്ന ബാറ്റർ തന്നെയാണ്, ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അപ്പം നമുക്ക് ആ ബോട്ടിലിൻ്റെ ഹോളിലൂടെ ചുറ്റിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. ആ ഒരു നേരിയ സ്ട്രിപ്പായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാടങ്ങ് ലൂസാവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവരുത്. ഇതിപ്പോൾ എല്ലാം നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും കട്ടയോ പൊടികളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. ഇപ്പം നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിനു മുമ്പ് ഒരു നെറ്റ് ദോശ ഉണ്ടാക്കി കാണിച്ചിരുന്നു, ചിക്കൻ സ്റ്റഫ്ഡ് നെറ്റ് ദോശ. അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡലിലാണ് നമ്മൾ ഈ ഒരു കുനാഫ ഡോ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഡോ ഉണ്ടാക്കാനായി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഫ്ലെയിം മീഡിയം ആക്കി വെക്കുക, ഏറ്റവും ലോ ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം, ബോട്ടിൽ ചുറ്റിച്ചു കൊടുക്കാം. പാനിന് മുകളിൽ വെച്ചിട്ട് നന്നായി ചുറ്റിച്ചു കൊടുക്കാം. നല്ല സ്മൂത്ത് ഡോ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ചുറ്റിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അത് മുറിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ഡോ ശരിയാവാത്തത് കൊണ്ടാണ് അങ്ങനെ മുറിഞ്ഞു പോകുന്നത്. ഇപ്പം നമുക്കിത് നന്നായി ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, കാരണം ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയി പോകരുത്. ഞാനിതിപ്പോൾ എഡിറ്റൊന്നും ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ കാണിക്കുകയാണ് നിങ്ങൾക്ക്. ഇത് കണ്ട് ഇങ്ങനെ അടന്ന് വരുന്നത് കണ്ടു. ഈ ഒരു പാനിൽ നിന്നും വിട്ട് വന്നിട്ട് നന്നായി വെന്ത് കിട്ടും. നന്നായി വെന്ത് ഒന്ന് മൊരിഞ്ഞ പോലെയായി കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് അടുത്തതും ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്കിത് പാനിൽ നിന്നും എടുക്കാൻ പറ്റും. നല്ലൊരു സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുള്ളൊരു ഡോ ആയിട്ടാണ് ഇതുള്ളതിപ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോട്ടിലിന് ഏറ്റവും ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ പപ്പടം കുത്തിക്കൊണ്ടാണ് ഹോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വലുതായി പോയോ ഹോൾ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇതിലും നേരിയതായിട്ട് നമുക്ക് ദോ ഉണ്ടാക്കാം. ചെറിയൊരു സൂചി കൊണ്ടെങ്ങാനും ഹോൾ ഇട്ട് കൊടുത്താൽ മതി. സ്മൂത്ത് ദോ ആണെങ്കിൽ നേരിയതായിട്ട് നമുക്ക് ആ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി സോഫ്റ്റാണിത്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, കുനാഫ ഉണ്ടാക്കാം, അല്ലാതെ നമുക്ക് റോൾ ചെയ്യാൻ യൂസ് ചെയ്യാം. അതായത് സ്നാക്സൊക്കെ നമ്മൾ ബ്രെഡിൽ റോൾ ചെയ്യുന്നതിന് പകരം ഈ ഒരു ദോയിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ഈ ഒരു കുനാഫ ഡോ കൊണ്ട് അങ്ങനെ ഒരു റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എഗ് ചട്നി കബാബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീടൊരു വീഡിയോ കാണാം കേട്ടോ. ഈ ഒരു വീഡിയോയുടെ കൂടെ ഇടാമെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടും, അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. ലെങ്ത്ത് കൂടുമ്പോൾ ചിലർ കണ്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ തന്നെ വ്യൂസ് കുറവാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഞാനൊരു കുനാഫ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പം കുനാഫ ഡോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടാത്തവർക്ക്
ഈ ഒരു ഡോ നമുക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കുക. ആ മെയിൽ ID യാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമോൻസ് കിച്ചൺ.